എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് യു മസ്റ്റ് ടെസ്റ്റ് ദ പ്യൂരിറ്റി ഓഫ് ഗോൾഡ് ആൻഡ് ട്രസ്റ്റ് വർത്തിനെസ് ഓഫ് പീപ്പിൾ. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയണമെന്നില്ല എന്ന് തോന്നുന്നു. കാരണം ആ തലക്കെട്ടിൽ നിന്നും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വർണം വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും അത് ഉരസി നോക്കി അതിൻ്റെ പരിശുദ്ധി നമ്മൾ തിട്ടപ്പെടുത്തണം എന്ന് പറയുന്നു. അതേപോലെ തന്നെ ആളുകളെ നമ്മൾ വിശ്വസിക്കുന്നതിന് മുമ്പ് അവരെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, അവരുടെ പരിശുദ്ധി മാത്രമല്ല, അവരുടെ വിശ്വാസ്യത എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പണ്ട് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ രാജ്യത്ത് ഉണ്ടായിരുന്ന സമയത്ത് ചാണക്യൻ ഈ രണ്ട് കാര്യങ്ങളും എല്ലാ സമയത്തും ചെയ്തിരുന്നു. അതായത് ആ ഒരു രാജ്യത്തിൻ്റെ ഖജനാവിലേക്ക് വരുന്ന സ്വർണം അത് പരിശുദ്ധമായിട്ടുള്ളതാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ അത് ഉള്ളിലേക്ക് കടത്തിവിട്ടുള്ളായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു രാജ്യസഭയിൽ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ വരുന്ന വ്യക്തികൾ പുതിയതായിട്ട് ആരെങ്കിലും തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ വിശ്വസിക്കാൻ പറ്റുന്ന വ്യക്തിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ഒരു ചെറിയ ടെസ്റ്റെങ്കിലും നടത്തി നോക്കി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ആ ഒരു വ്യക്തിയെ എടുക്കാറുള്ളൂ. എന്ന് പറഞ്ഞ പോലെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ പല ആളുകളുടെ ഒരു കൂട്ടായ്മയോട് കൂടിയായിരിക്കും പല കാര്യങ്ങളും നേടിയെടുക്കുന്നത്. അപ്പം അങ്ങനെ നേടിയെടുക്കുമ്പോൾ ഈ ആളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യം വരണം. അപ്പം അതിനുവേണ്ടി ചെറിയ രീതിയിൽ ടെസ്റ്റ് നടത്തണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരാളെ പൂർണ്ണമായിട്ടും അവിശ്വസിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. കാരണം എന്ന് വെച്ചാൽ ഒരാളെ നമ്മൾ എപ്പോഴും സംശയത്തോടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് അവരെ വിശ്വസിക്കാനുള്ള ഒരു മനസ്സുണ്ടാവില്ല. അപ്പം എല്ലാവരും സംശയിക്കണം എന്നല്ല പറയുന്നത്. അവർക്ക് ഈ ഒരു കാര്യം നമ്മളെ ഏൽപ്പിക്കാൻ പോകുന്ന ഒരു കാര്യം ചെയ്യാനുള്ള കഴിവുണ്ടോ, അയാളെ വിശ്വസിക്കാൻ പറ്റുമോ, ഇന്ന കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പറ്റുമോ എന്ന് ചെറിയ രീതിയിൽ അയാൾ പോലും അറിയാത്ത രീതിയിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരെയും അവിശ്വസിക്കുക എന്നുള്ളതല്ല, നമ്മൾ ഒന്നുകൂടെ നമ്മുടെ ഒരു വിശ്വാസത്തെ ഉറപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പല പല ആളുകളായിട്ട് നമ്മൾ ഇടപഴകേണ്ട അവസ്ഥ വന്നേക്കാം. നമ്മുടെ ആ ഒരു പ്രസ്ഥാനത്തിൽ നമുക്ക് പുതിയ ആളുകളെ ചിലപ്പോൾ ഒരുപക്ഷെ കൊണ്ടുവരാൻ ഉള്ള അവസരം വന്നേക്കാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ വരുന്ന ആളുകൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരാണോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രം അവരെ എടുക്കുക. അപ്പം ഈ ഒരു കാര്യം തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.